ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു യൂട്യൂബ് വ്ലോഗിലേക്ക് സ്വാഗതം. കൊളായില്ലേ, സെറ്റാ? അപ്പോൾ എത്ര നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്നൊരു സങ്കടകരമായ വാർത്തയുണ്ട്, അതേപോലെ തന്നെ ഒരു സന്തോഷമായ വാർത്തയുണ്ട്. സങ്കടകരമായ വാർത്ത എന്തെന്ന് വെച്ചാൽ അതായത് ഉപ്പ നാളെ തിരിച്ച് ദുബായിലോട്ട് പോവാണ്. പിന്നെ അപ്പോൾ അതിൻ്റെതായ കുറേ അപ്പോൾ ഞാൻ ഇപ്പോൾ അനുവിൻ്റെ അവിടേക്കൊന്നും പോകാത്ത എന്താ വെച്ചാൽ ഉപ്പാട് കൂടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നാളെ പോവല്ലേ, അപ്പോൾ അതിൻ്റെ ശേഷം ഇൻഷാല്ലാ അങ്ങോട്ടൊക്കെ പോകണം. എല്ലാവരും മീറ്റ് ചെയ്യണം, കുറേ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നുള്ളത് സന്തോഷകരമായ വാർത്ത എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ പോകണം. അതിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ വളരെ 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 ഒരു സീൻ സ്ഥലത്തേക്കാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അതായത് ഉപ്പാക്കുമ്മാക്കൊന്നും അറിയില്ല എവിടെ ചായ കുടിക്കാൻ പോകണമെന്ന്. അപ്പോൾ റിച്ചുവിനറിയാം, എനിക്കറിയാം, മിജുവിനെ അറിയില്ല, ഉമ്മച്ചിക്കറിയില്ല, ഉപ്പക്കറിയില്ല. അതായത് ഭയങ്കര ഹൈപ്പിൽ നിങ്ങളും വലിയ ഇതിലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ടെന്നാലും അടിപൊളിയാണ്. എനിക്കല്ല ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് പോയതാണ്, നല്ല രസമാണ് ചായ കുടിക്കാൻ അവിടുന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അവിടുന്ന് ചായ കുടിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റൂല. അപ്പോൾ ഒരു ദിവസം അതായത് അത് കണ്ടാലും എനിക്ക് മനസ്സിലാവും ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. അപ്പോൾ നമുക്ക് എന്തായാലും ഉപ്പാനും ഉമ്മാനും അനിയന്മാരെ എല്ലാവരും വിളിച്ച് പോയേക്കാം. യോ ബാബാ, നാളെ പോവാണ്. നമ്മൾ പോകാണ്. സങ്കടം എന്തത് നോക്കട്ടെ, എനിക്ക് വൃത്തിണ്ടാവില്ല. ചോപ്പും ചോപ്പും റിച്ചു റെഡിയാണ്, മിജു റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. അപ്പോൾ നമ്മൾ പോവാം, ചായ കുടിക്കാൻ പോവല്ലേ. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കടിയൊക്കെ മേടിച്ചിട്ടോ. കടിയൊക്കെ മേടിച്ച് അപ്പോൾ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനെ പുറത്തുനിന്ന് കടി മേടിച്ചെന്നുള്ള സംശയം ബാക്കിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്നോട് ചോദിക്കുന്നില്ല. ആര്? മിജു ചോദിച്ചില്ലേ? പക്ഷെ നമ്മള് എന്താ മനസ്സിലായി? ഗ്രോവിനല്ല ഇതിന്റെ പേര്, ഗ്രോവിയൻ. അതായത് ഇവിടുത്തെ വെളിയങ്കോട് പൊന്നാനി ഭാഗത്തൊരു തങ്കം പോലത്തെ ഒരു സ്ഥലമാണ് ഗ്രോവിയൻ. ഇവിടെ ഒരു റിസോർട്ടാണ് ഗ്രോവിയൻ. പക്ഷെ അവിടെ നമ്മളെപ്പോഴും വന്നിരിക്കലും ചായ കുടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. എന്താ അവിടെ ഫ്രണ്ടില് എവിടെ? ഇവിടെ 50 ആൾക്കാരെന്തോ പരിപാടി ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ അർഷാദൊക്കെ അവിടെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് പോയോക്കാം. സ്ഥലത്തി ആദ്യം നേരെ വണ്ടി ഓടിക്കാൻ പഠിക്കും. ചെക്കമാസ ന്യൂ ഇയർ നിങ്ങൾക്ക് എന്താ പരിപാടി? നിങ്ങൾക്ക് എന്താണ് പ്ലാനൊക്കെ ആക്കിയത് അടിയിൽ പറയട്ടോ. അതായത് ഞാൻ കമൻറ്റുകൾ മൊത്തം വായിക്കലുണ്ട്. നിങ്ങളെന്താ പറയണത്, നിങ്ങൾ ഇതിനായിട്ട് അതായത് നമ്മളിടുന്ന വ്ളോഗിന് നിങ്ങൾ എന്താണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതൊക്കെ കറക്റ്റ് ഞാൻ വായിക്കലുണ്ട്. അപ്പം നിങ്ങൾ അതേപോലെ കറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുക, അതായത് കമൻറ്റൊക്കെ ഇടുക. ഓ തങ്കം പോലത്തെ സ്ഥലം. കാക്കാനിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വിളിക്കുക? അയ്യോ കാക്ക, നമ്മളുണ്ട്. ചേടാ മൈൻഡ് ചെയ്തില്ല. എടാ പോയടാ. ഹർഷേനൊന്ന് വിളിച്ചോക്ക്. ഓനടിക്കും വാ അമ്മേ, ഓടിക്കോ. ഞങ്ങളിലുണ്ടോ ആൾക്കാര്? ഏതോ ചൈനക്കാരാട്ടോ. ചൈനയാണോ ഇവര്? നേപ്പാളിലെ. ഇവിടെ എന്താ? ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കലാട്ടോ. നമ്മളാണ്ട് സൈഡിൽ നിന്നപ്പോഴത്തേന് ഇവർ ബോട്ട് വരാനുള്ള ഗ്യാപ്പിൽ ഇവർ ഫോട്ടോ ഒക്കെ എടുക്കൽ തുടങ്ങി. നല്ല സ്ഥലമല്ലേ?
കാണിച്ചു തരാം തന്നെ Chinese. Yang Chinese. Oh. Ya, nak. Su, sa, tu, salah, si, sabar ya. Hui. Sa. So. Au. Au. യത്തിയോര വാത്തു ഇതാണിപ്പോൾ പറഞ്ഞത്. ഇതാ നമ്മളെ ബോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ചായ കുടിക്കാൻ വീട്ടുകാരെ കൂടുന്ന സ്ഥലം. അപ്പോൾ പ്രത്യേകത അതായത് എവിടെയും ഇവിടെ നല്ലിരുന്ന് ചായ കുടിക്കണേ. അപ്പോൾ നിങ്ങൾ കണ്ടോളി കേട്ടോ. ബോട്ടൊക്കെ എത്തി, എല്ലാവരും കയറി കേട്ടോ. ഓ ഓ നാളെ പോണതിൻ്റെ ഉള്ള കേട്ടോ ഈ കാട്ടി വീട്ടിലൊക്കെ. ഓ വെറുതാണ് എല്ലാവരും ഒരു ഉണ്ട് എടാ. ഓ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യായിരുന്നു. ഓ രക്ഷപ്പെട്ടു മുത്തേ. റിച്ച് കയറി ഒരു വെയിറ്റ് ആണ്. വാട്ട് തവളെ ജാവോ അതാ 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 ജസ്റ്റ് വീഴും പോവാ. നാളെ ടിക്കറ്റുള്ള ആളാന്ന് കണ്ടാ പറയോ. അവ നാളെ ഫ്ലൈറ്റുകളാണേ. ഓ ഇത്രയും ആ പോയി ബാബാ ഇങ്ങോട്ടാണ് ഈ സൈഡിലേക്ക് പോണ്ടി. അല്ലാഹു അക്ബർ. തിരിക്ക് അപ്പുറത്തേക്കാണേ. ഇതിപ്പോ ആ കാട്ടി കൊണ്ടിടിക്കും. അവിടേക്ക് പോണ്ടി. വടി പോയിരുത്തിട്ട് ബാബാ നമ്മൾ തന്നെ ചാടേണ്ടി വരും. സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത സ്ഥലം കേട്ടോ കാണുന്നത്. അപ്പോൾ അതായത് ആ വ്ളോഗ് കാണാത്തവരാരും മിസ് ചെയ്യരുത്. എന്തായാലും മസ്റ്റായി പോയി കാണണം. കാരണം എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് എഫേർട്ട് എടുത്ത് ആ അർഷാബാത്തിൻ്റെ ഒപ്പം, അതായത് അർഷാബാത്തിൻ്റെ ഫുൾ ഗൈഡൻസോടുകൂടി വരച്ചൊരു വ്ളോഗാണത്. അപ്പോൾ ആ വ്ളോഗിലുണ്ട് വരച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരും മിസ് ചെയ്തത്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്നാണ് വരച്ചത്. അപ്പോൾ ഇവിടെ ഒരു വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഞ്ചിയൊക്കെയാണ് നമ്മൾ വരച്ചത്. എന്നിട്ട് ഫ്രെയിം ആക്കിയിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വ്ളോഗിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസം കാണിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് മിസ്സാക്കരുത് ആരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വരച്ചത്. ആ സ്ഥലം കണ്ടില്ല, കാണിച്ചു കൊടുക്കി, നേരത്തെ കാണിച്ചാലേ. ഇവിടുന്ന് യെസ് നമ്മൾ എന്താണ് അതിരി കടക്കാൻ പോവാണ്. ബോർഡർ കടക്കാൻ പോവാ. ഇന്ത്യൻ്റെ ബോർഡറോ, അതായത് മിജി പറയുന്നത് ഇന്ത്യത്തെ ബോർഡർ അടക്കാൻ പോയത്. എന്താ കയാക്കിങ് ആണ് ഓരോരുത്തർ. ഓ സുഹൃത്തുക്കളെ, നമ്മൾ ഉപ്പാക്കും വേണ്ടി സമർപ്പിക്കുന്നത് കായൽ നടുവിൽ ചായയും കടികളും. ഓയ് യെസ് ഇക്ക കൈക്ക് കടികൾ കഴിച്ചോ. ചായ അടിച്ചാലേ നല്ല കടികൾ കഴിച്ചോളി. ചായ എടുക്കട്ടെന്നാ. ഓ എന്താ ആംബിയൻസ്. ഇതാണ് ഇന്നത്തെ സൺസെറ്റ്. ഓ ഞാൻ ഒന്ന് സൺസെറ്റ് കിട്ടൂല വിചാരിച്ചു, പക്ഷെ അടിപൊളി സൺസെറ്റ് കിട്ടി. മാഷാ അല്ലാ അടിപൊളി. ഓ നിങ്ങൾക്ക് ഇത്രയും കണ്ണിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയ് മുത്തേ ഓയ് ചെറുങ്ങനെ ഇട്ടുണ്ട്. വരാ കായലിന്റെ നടുക്ക് കൂടെ ചായക്കട ഇടാന്നാണ് റിച്ച് പറയുന്നത്. 5 വരാം. അതായത് 10 രൂപയുടെ ചായ കുടിക്കാൻ 50 രൂപയ്ക്ക് അടവ് 5 വരാം. പിന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് ചായ കുടിക്കാൻ ഒരു 10 രൂപയുടെ ചായക്കണ്ടിട്ട് വയനാട്ടിൽ പെട്രോൾ അടിച്ചു പോണില്ലേ, അതുപോലെ തന്നെ. അതൊക്കെ പക്ഷെ അത് കച്ചവടപരമായിട്ടാണോ പറയണത്. അത് വയനാട്ടിലുള്ളവർക്കേ കുറച്ച് ബിസിനസ് കൊടുക്കാൻ പറ്റും ആ കടക്കാർക്ക്. കായലിന് നടുവിൽ ആരാള് വ്യത്യസ്ത വൈബായിട്ട് ആളുകൾ വരും. ചിലപ്പോ ചില ദിവസത്തില് ലീവ് എടുത്താലും ആൾക്കാര്. വയനാട്ടിലാണെങ്കിൽ ലീവ് ഉണ്ടാവും. പക്ഷെ വയനാട്ടില് താമസക്കാരുണ്ട്, ഇവിടെ താമസക്കാരില്ല. അത് ശരിയല്ല ഇക്ക? യെസ്, ഇക്ക സപ്പോർട്ട് ചെയ്തു.
ചെയ്തോ ആരാ നമ്മളിക്കാന്ന് വിളിക്കാം നമ്മളിക്കാണ് ഇല്ലേക്കാ യെസ് ഓ ഏതാ രസം വാവ് മാഷാല്ലാഹ് നാളെ പോണേന് തലേദിവസം കിട്ടിയില്ല എത്ര അടിപൊളി വ്യൂവും ചായ ഇല്ലേ ബാബ കട്ട്ലേറ്റോ കേട്ടില്ല എന്താണ് സൂര്യന്റെ അതേ വട്ടത്തിലെ കട്ടില് ഓ അപ്രൂവ്ഡ് നോക്കിയേ ആ കട്ട്ലേറ്റ് ഇനിയിപ്പോ അത് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ ദുബായ് പോക്ക് മനസ്സിലാക്കണോ കട്ട്ലേറ്റ് വിജയ് ഹാപ്പി അല്ലേ വിജയ് എക്സ്പെക്ട് ചെയ്തിരുന്നത് സത്യം പറഞ്ഞോ എക്സ്പെക്ട് ചെയ്തിരുന്നല്ലത് അതെന്തേ ഞാൻ ഓർമ്മയ്ക്ക് വന്നു അത് ശരി ബിജു കടി മേടിച്ചപ്പോ നമുക്ക് ഡൗട്ട് വന്നില്ലേ അപ്പോഴാണ് എവിടെയാണ് ടിസ്റ്റ് പിടുത്തം കിട്ടാതെ അത് കടി അടിച്ചിട്ട് കാറിൽ മുണ്ടാണ്ടിക്കാന്ന് മൂന്നാൾക്കാരും അവര് അതന്നെ നിങ്ങൾ പരസ്പരം ഡിസ്കഷൻ നടത്തി എന്നിട്ട് മുണ്ടാണ്ടിക്കുക അല്ലേ നമ്മളറിഞ്ഞില്ലേ ബാബാ ഹാപ്പി അല്ലേ അൽഹംദുലില്ലാ എന്ത് പറയുമ്പോൾ എന്തിനാ കട്ട്ലേറ്റ് ഇങ്ങനെ പൊക്കണം അൽഹംദുലില്ലാ നാളെ ദുബായ് പോലെ ദുബായ് പോവാണ് എന്തിനാ കട്ട്ലേറ്റ് അത് പിന്നെ കട്ട്ലേറ്റ് നോക്കി നാളെ ദുബായ് പോകുന്നതിന്റെ ഭാഗമായി ലാസ്റ്റ് കട്ട്ലേറ്റ് പൊക്കി ബാബാന്ന് പറയും അപ്പൊ ഹാപ്പി അല്ലേ അൽഹംദുലില്ലാ അപ്പൊ നാളെ ബാബ പോവാണ് നാളെ ദുബായ് പോവാ ദുബായ്ക്കാരന് പ്രവാസി ജീവിതം അടുത്ത നമ്മളൊക്കെയാണ് അയ്യോ ഇല്ല മിജോ കല്യാണം കഴിക്കാൻ ആരല്ല പറഞ്ഞു ജോലി ചെയ്യണ ആരെയാ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ മൂടുണ്ടോ എന്താവാനാ എനിക്ക് ആഗ്രഹം എഞ്ചിനീയറോ ഹായ് കാണുന്നില്ലല്ലോ എഞ്ചിനീയർ ആണെന്നാ എന്താ ഫ്ലൈറ്റ് അങ്ങനത്തെ പോലത്തെ ഹൈ സാലറിയോ ഹൈ സാലറിയോ സാലറി മാത്രം പ്രതീക്ഷിച്ചാൽ റെഡി ആവില്ല നമുക്ക് മനസ്സുകൊണ്ട് തൃപ്തി ഉണ്ടെങ്കിലേ ജീവിതകാലം ഫുട്ബോള് എഞ്ചിനീയറിംഗ് എന്താ ഞാൻ പഠിച്ചിരുന്നുള്ളൂ പഠിച്ചിരുന്നുള്ളൂ അതത്രേ ഉള്ളൂ പഠിച്ചു തരുന്നുള്ളൂ അത് നല്ല ഉത്തരം എനിക്ക് എന്താ ആഗ്രഹം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനൊന്നുമില്ല കാലിന്റെ നടുവിൽ ചായക്കട കാലിന്റെ നടുവിൽ ചായക്കട നമ്മുടെ നാട്ടിൽ ഓരോ ചായക്കടയിൽ ടേസ്റ്റ് അടിച്ച് നടക്കുക ടേസ്റ്റ് അടിച്ച് നടക്കുക എല്ലാവരും ഇന്റെ ആഗ്രഹമൊക്കെ ഇൻഷാല്ല വരും അതൊക്കെ ഇൻഷാല്ല അതെനിക്ക് ഇതേപോലെ നമ്മളൊരു 5 വർഷത്തിന് ശേഷം വന്നിരിക്കണം അല്ലേ ഈ ഫ്രെയിം ഇങ്ങനെ വെക്കട്ടെ മിജു ഇങ്ങോട്ട് ഇതേപോലെ ഒരു 5 വർഷത്തിന് ശേഷം ചായമിരിക്കല്ലേ അവിടെ ഇരിക്കി നോക്കട്ടെ ഈ ഒരു ഫ്രെയിം ഇതേപോലെ 5 വർഷത്തിന് ശേഷം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അതായത് ഇവിടെ കാലിനാടുവിലൊക്കെ 5 വർഷം അല്ലാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അന്ന് ഇന്റെ മണവാട്ടിനെ നമ്മൾ പുറത്തെടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ സിഗ്മ കളി ഉണ്ടോ അപ്പൊ കാണാം നോട്ട് ദ പോയിന്റ് അടുത്ത മാളവാഴ എനിക്ക് പ്രായത്തിലേക്കായി 25 പിന്നെ അള്ളാ സൂര്യൻ തത്തുപോയി എവിടെ സൂര്യൻ എവിടെയാണ് സൂര്യത പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണുമ്പോൾ ടവറിന്റെ മുകളിലല്ല ഒരു പകുതിയിനു അപ്പോൾ സൂര്യൻ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കണം യെസ് സുഹൃത്തുക്കളെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന മക്കൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ എല്ലാവർക്കും വീട്ടുകാർ ഉമ്മമാര് ഉപ്പമാര് ഇത് ഈ വ്ളോഗാണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അതേപോലെ തന്നെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ സീൻ വ്ളോഗുകൾ വരുന്നതാണ് അതായത് ന്യൂ ഇയറിൽ കുറച്ച് പ്ലാനുകളുണ്ട് അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ വ്ളോഗിനൊക്കെ വെയിറ്റ് ചെയ്യുക ന്യൂ ഇയർ വ്ളോഗ് വരുന്നതാണ് അതേപോലെ മിജുന് 100K അടിക്കാനായിക്കണം യൂട്യൂബിൽ അല്ലേ മിജു 99 ഇത് ഫുൾ ടൈം അതായത് ഒരാഴ്ച ആയിപ്പെട്ടോ ഈ സാധനം ഇങ്ങനെ ഓണാക്കി കാണിച്ചേ കോൾ ചെയ്യുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിലേക്കും ഇതണ്ടാ 9999925 അപ്പൊ ഇൻഷാല്ലാ മിജുവിനും 100K അടിക്കട്ടെ 6ാം ക്ലാസ്സിൽ 100K അടിക്കുന്ന റെക്കോർഡ് അങ്ങനല്ല നമ്മളെ ഡേയില് മാഷാല്ലാ അപ്പൊ ഇൻഷാല്ലാ അടിക്കട്ടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുന്ന ആൾക്കാരുടെ ഓൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓനൊരു 6-7 മാസം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട്
ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അക്കൗണ്ടിന് പ്രശ്നങ്ങളുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ സീരിയസ് ആയിട്ടൊരു വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ വായലോട്ട് ബോണ്ട് കയറ്റുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇനിയും വ്ളോഗുകളുമായി വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ന്യൂ ഇയറിന് നമ്മൾ പ്ലാനുകളുണ്ട്. ഇൻഷാ അല്ലാ വരുന്നതാണ് വ്ളോഗുകളൊക്കെ ആയിട്ടില്ലേ. പിന്നെ അതേപോലെ ബാബ നാളെ പോവാണ്. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറയാ. അല്ലേ ഇൻഷാ അല്ലാ. ബൈ ബൈ ഗായ്സ്. എന്താണ് ഇതൊക്കെ എൻജോയ് ചെയ്യുക, വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, മാക്സിമം അടിച്ചു പൊളിക്കുക. കാരണം ഈ പ്രായപ്പോഴേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് അടിച്ചു പൊളിക്കുക, എൻജോയ് അല്ലേ മിജോ? ഈ പ്രായത്തിലല്ലേ എങ്ങായി പോടാ അവിടുന്ന്. അപ്പൊ ശരി ബൈ ബൈ. പിന്നെ ഫോട്ടോ എടുക്കാണ്ട് വിടണില്ല കേട്ടോ. നിങ്ങൾക്കും ഭാഗ്യമുണ്ടോന്ന് അറിയില്ല, ഇവർക്കും ഭാഗ്യമുണ്ടോന്ന് അറിയില്ല. കാരണം ഈ ഫോൺ ഇപ്പോൾ ഓഫ് ആവും, 1% ഉള്ളൂ. എടാ ഈ ഫോൺ ഇപ്പോൾ ഓഫ് ആവും. വീഡിയോ എടുക്ക. യൂട്യൂബ് ഇൻഷാ അല്ലാ ഇടും. ഞാൻ പോട്ടെന്നാ. ഫോട്ടോ എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം. പോവാ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ. ഒരു ഫോട്ടോ എടുക്കാം. റിച്ചത് പിടിച്ച വീഴും. ഒരു ഫോട്ടോ എടുക്കാല്ലേ? ഫോൺ എവിടെ? ഫോട്ടോ എടുക്കാം നമുക്ക്. ബാ ഫോട്ടോ എടുക്കാം നമുക്ക്. ഇല്ല അതാ ആൾക്കാർ മറ്റുള്ളവരെ കാണില്ലടാ. എല്ലാരും കിട്ടിയാ? ഓക്കെ ഞാൻ പോട്ടെന്നാ. അസ്സലാമലൈക്കും. എടാ വീഴും. വലൈക്കും സലാം. വീഴും. ഇൻഷാ അല്ലാ കാണും നമ്മള്. ഇൻഷാ അല്ലാ. ഓക്കെ വീഴും. കേറിന്നോളി. ഓൻ കുറ്റിപ്പുറത്താ. അനക്കാ കുറ്റിപ്പുറത്താ. അവിടെ പരിപാടിക്ക് വന്നിക്ക. ഇല്ല ഞാൻ പോവാ കുറ്റിപ്പുറം. ഇല്ല എന്റെ ഉപ്പ നാളെ ദുബായി പോവാതാ. എവിടെ പോപ്പതാ? വീഴുട്ടെ. അവിടെ കണ്ട വീഴും. ആ അങ്ങനെ അല്ലല്ല എന്റെ വീട് ഇവിടെയാണേ, പാലപ്പെട്ടി. ഫോട്ടോ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.